ബാറൂക്ക് 1-ാം അധ്യായം 1 മുതൽ 21 വരെയുള്ള വാക്യങ്ങൾ. നേരിയയുടെ പുത്രൻ ബാറൂക്ക് ബാബിലോണിൽ വെച്ച് എഴുതിയ ഗ്രന്ഥത്തിൻ്റെ ഉള്ളടക്കം. നേരിയ മാസിയയുടെയും മാസിയ സിദേക്കിയയുടെയും സിദേക്കിയ ഹസാത്തിയയുടെയും ഹസാത്തിയ ഹിൽക്കിയയുടെയും പുത്രനാണ്. 5-ാം വർഷം മാസത്തിൻ്റെ 7-ാം ദിവസം കൽദായർ ജെറുസലേം പിടിച്ചടക്കി അഗ്നിക്കിരയ്ക്കായപ്പോഴാണ് ഇതെഴുതിയത്. യൂദാ രാജാവായ യഹോയാക്കീമിൻ്റെ പുത്രൻ യെഖോനിയായും ഈ ഗ്രന്ഥം വായിച്ചു. കേൾക്കാനെത്തിയ ജനവും കേൾക്കെ ബാറൂക്ക് ഇത് വായിച്ചു. പ്രഭുക്കന്മാരും രാജകുമാരന്മാരും ശ്രേഷ്ഠന്മാരും ഉൾപ്പെടെ ബാബിലോണിൽ സൂത് നദിയുടെ തീരത്ത് വസിച്ചിരുന്ന വലിയവരും ചെറിയവരുമായ എല്ലാ ജനവും കേൾക്കെ ഇത് വായിച്ചു. അപ്പോൾ അവർ വിലപിക്കുകയും ഉപവസിക്കുകയും കർത്താവിനോട് പ്രാർത്ഥിക്കുകയും ചെയ്തു. ഓരോരുത്തരും കഴിവിനനുസരിച്ച് കൊടുത്ത പണം അവർ ശേഖരിച്ചു. അവർ അത് ശല്ലൂമിൻ്റെ മകനായ ഹിൽക്കിയയുടെ മകനും പ്രധാന പുരോഹിതനുമായ യഹോയാക്കീമിനും അവനോടൊത്ത് ജെറുസലേമിലുണ്ടായിരുന്ന പുരോഹിതന്മാർക്കും ജനങ്ങൾക്കുമായി അയച്ചു കൊടുത്തു. അതേസമയം ബാറൂക്ക് സീവാൻ മാസം 10-ാം ദിവസം യൂദാദേശത്തേക്ക് തിരികെ കൊണ്ടുപോകാനായി ദേവാലയത്തിൽ നിന്ന് കൊള്ള ചെയ്യപ്പെട്ട പാത്രങ്ങളെടുത്തു. യൂദാ രാജാവായ ജോസിയയുടെ മകൻ സെദേക്കിയ നിർമ്മിച്ച വെള്ളി പാത്രങ്ങളായിരുന്നു അവ. ബാബിലോൺ രാജാവായ നബൂഖദ്നേസർ കോണിയായെയും രാജകുമാരന്മാരെയും ലോഹപ്പണിക്കാരെയും കൂലിനരെയും ദേശത്തെ ജനങ്ങളെയും ജെറുസലേമിൽ നിന്ന് ബാബിലോണിലേക്ക് തടവുകാരായി കൊണ്ടുപോയതിനു ശേഷമാണ് ഈ പാത്രങ്ങൾ സെദേക്കിയ നിർമ്മിച്ചത്. അവർ പറഞ്ഞു, ഇതോടൊപ്പം ഞങ്ങൾ നിങ്ങൾക്ക് പണവും അയക്കുന്നു. ഈ പണം കൊണ്ട് ദഹനബലിയും പാപപരിഹാര ബലിയും ധാന്യബലിക്കും വസ്തുക്കൾക്കും സുഗന്ധദ്രവ്യവും വാങ്ങി നമ്മുടെ ദൈവമായ കർത്താവിൻ്റെ ബലിപീഠത്തിൽ അർപ്പിക്കണം. ബാബിലോൺ രാജാവായ നബൂഖദ്നേസറിൻ്റെയും അവൻ്റെ പുത്രൻ ബൽഷാസറിൻ്റെയും ആയുസ്സിനു വേണ്ടിയും അവരുടെ ഐഹിക ജീവിതം സ്വർഗീയ ജീവിതത്തെ പോലെ ആകുന്നതിന് വേണ്ടിയും പ്രാർത്ഥിക്കുവിൻ. ബാബിലോൺ രാജാവായ നബൂഖദ്നേസറിൻ്റെയും അവൻ്റെ മകൻ ബൽഷാസറിൻ്റെയും സംരക്ഷണത്തിൽ ജീവിച്ച് അവരെ ദീർഘകാലം സേവിക്കുന്നതിനും അവരുടെ സംപ്രീതി നേടുന്നതിനുമായി കർത്താവ് ഞങ്ങൾക്ക് ശക്തിയും കണ്ണുകൾക്ക് പ്രകാശവും നൽകും. ഞങ്ങളുടെ ദൈവമായ കർത്താവിനെതിരെ ഞങ്ങൾ പാപം ചെയ്തു. അവിടുത്തെ കോപവും ക്രോധവും ഞങ്ങളിൽ നിന്ന് വിട്ടുമാറിയിട്ടില്ല. അതുകൊണ്ട് ഞങ്ങൾക്ക് വേണ്ടി അവിടുത്തോട് പ്രാർത്ഥിക്കുവിൻ. ഉത്സവ ദിവസങ്ങളിലും നിർദ്ദിഷ്ട കാലങ്ങളിലും കർത്താവിൻ്റെ ആലയത്തിൽ വെച്ച് നിങ്ങൾ ഏറ്റുപറയുന്നതിന് വേണ്ടി ഞങ്ങൾ അയച്ചു തരുന്ന ഈ പുസ്തകം വായിക്കണം. നിങ്ങൾ പറയണം, നീതി നമ്മുടെ ദൈവമായ കർത്താവിൻ്റെതാണ്. യൂദയായിലെ ജനവും ജെറുസലേമിലെ നിവാസികളും നമ്മുടെ രാജാക്കന്മാരും പ്രഭുക്കന്മാരും പുരോഹിതന്മാരും പിതാക്കന്മാരും ഉൾപ്പെടെ ഞങ്ങളെല്ലാവരും ഇന്ന് വരെ ലജ്ജിതരാണ്. എന്തെന്നാൽ കർത്താവിൻ്റെ സന്നദ്ധയിൽ ഞങ്ങൾ പാപം ചെയ്തു. ഞങ്ങൾ അവിടുത്തെ അനുസരിച്ചില്ല. ഞങ്ങളുടെ ദൈവമായ കർത്താവിൻ്റെ സ്വരം ശ്രവിക്കുകയോ അവിടുന്ന് നൽകിയ കൽപ്പനകൾ അനുസരിക്കുകയോ ചെയ്തില്ല. ഈജിപ്ത് ദേശത്ത് നിന്ന് ഞങ്ങളുടെ പിതാക്കന്മാരെ കൊണ്ടുവന്ന നാൾ മുതൽ ഇന്ന് വരെ ഞങ്ങൾ ഞങ്ങളുടെ ദൈവമായ കർത്താവിനെ അനുസരിക്കാത്തവരും അവിടുത്തെ സ്വരം ശ്രവിക്കുന്നതിൽ ഉദാസീനരുമാണ്. തേനും പാലും ഒഴുകുന്ന ഒരു ദേശത്തിന് അവകാശികളാകാൻ വേണ്ടി ഞങ്ങളുടെ പിതാക്കന്മാരെ ഈജിപ്ത് ദേശത്ത് നിന്ന് കൊണ്ടുവന്ന നാളിൽ തന്റെ ദാസന്മായ മോശ വഴി കർത്താവ് അരുളി ചെയ്ത ശാപങ്ങളും അനർത്ഥങ്ങളും ഇന്ന് ഞങ്ങളുടെ മേലുണ്ട്. ഞങ്ങളുടെ ദൈവമായ കർത്താവ് ഞങ്ങളുടെ അടുത്തേക്ക് അയച്ച പ്രവാചകന്മാർ അറിയിച്ച അവിടുത്തെ വചനം ഞങ്ങൾ ശ്രവിച്ചില്ല. എന്നാൽ അന്യദേവന്മാരെ സേവിച്ചും ഞങ്ങളുടെ ദൈവമായ കർത്താവിന്റെ ദൃഷ്ടിയിൽ തിന്മയായത് പ്രവർത്തിച്ചും ഞങ്ങൾ തന്നെ ഇഷ്ടം പോലെ നടന്നു. ബാറൂക്ക് 2-ാം അധ്യായം 1 മുതൽ 35 വരെയുള്ള വാക്യങ്ങൾ. അതിനാൽ ഞങ്ങൾക്കെതിരെ ഇസ്രായേലിൽ ന്യായപാലനം നടത്തിയ ന്യായാധിപന്മാർക്കും രാജാക്കന്മാർക്കും പ്രഭുക്കന്മാർക്കും ഇസ്രായേലിലെയും യൂദയായിലെയും ജനത്തിനുമെതിരെ കർത്താവ് അരുളി ചെയ്ത വാക്കുകൾ അവിടുന്ന് നിറവേറ്റി. മോശയുടെ നിയമത്തിൽ എഴുതിയിരിക്കുന്നതിന് അനുസൃതമായി ജെറുസലേമിനോട് അവിടുന്ന് പ്രവർത്തിച്ചതുപോലെ ആകാശത്തിന് കീഴിൽ മറ്റെങ്ങും സംഭവിച്ചിട്ടില്ല. ഒരുവൻ തൻ്റെ പുത്രൻ്റെയും മറ്റൊരുവൻ തൻ്റെ പുത്രിയുടെയും മാംസം ഭക്ഷിക്കുമെന്ന് ഞങ്ങളെക്കുറിച്ച് അതിലെഴുതിയിരുന്നു. ചുറ്റുമുള്ള രാജ്യങ്ങൾക്ക് അവിടുന്ന് ഞങ്ങളെ അധീനരാക്കുകയും സമീപവാസികളായ ജനതകളുടെ ഇടയിൽ ഞങ്ങളെ ചിതറിക്കുകയും ചെയ്തു. ഞങ്ങൾ അവരുടെ പരിഹാസത്തിനും നിന്ദയ്ക്കും പാത്രമായി.
ഞങ്ങളുടെ ദൈവമായ കർത്താവിൻ്റെ സ്വരം ശ്രവിക്കാതെ ഞങ്ങൾ അവിടത്തേക്കെതിരായി പാപം ചെയ്തതിനാൽ ഉന്നതി പ്രാപിക്കാതെ നിലം പറ്റി. നീതി ഞങ്ങളുടെ ദൈവമായ കർത്താവിനുള്ളതാണ്. എന്നാൽ ഞങ്ങൾ ഞങ്ങളുടെ പിതാക്കന്മാരെ പോലെ ഈ നാൾ വരെ ലജ്ജിതരാണ്. ഞങ്ങളുടെ മേൽ വരുത്തുമെന്ന് കർത്താവ് അരുളി ചെയ്ത അനർത്ഥങ്ങൾ ഞങ്ങൾക്ക് സംഭവിച്ചിരിക്കുന്നു. എന്നിട്ടും ഞങ്ങൾ ഞങ്ങളുടെ ദുഷ്ടഹൃദയത്തിൻ്റെ വിചാരങ്ങളിൽ നിന്ന് പിന്തിരിഞ്ഞ് കർത്താവിൻ്റെ പ്രീതിക്ക് യാചിച്ചില്ല. കർത്താവ് അനർത്ഥങ്ങൾ ഒരുക്കി ഞങ്ങളുടെ മേൽ വരുത്തി. ഞങ്ങളോട് ചെയ്യാൻ അവിടുന്ന് കൽപ്പിച്ച എല്ലാ കാര്യങ്ങളിലും അവിടുന്ന് നീതിമാനാണ്. എന്നിട്ടും ഞങ്ങൾ അവിടുത്തെ സ്വരം ശ്രവിക്കുകയോ അവിടുന്ന് ഞങ്ങൾക്ക് തന്ന ചട്ടങ്ങൾ അനുസരിക്കാൻ കൂട്ടാക്കുകയോ ചെയ്തില്ല. ഇസ്രായേലിൻ്റെ ദൈവമായ കർത്താവ് അങ്ങ് കരുത്തുറ്റ കരത്താലും അത്ഭുതങ്ങളാലും അടയാളങ്ങളാലും മഹാശക്തിയാലും നീട്ടിയ ഭുജത്താലും അവിടുത്തെ ജനത്തെ ഈജിപ്ത് ദേശത്ത് നിന്ന് മോചിപ്പിക്കുകയും അങ്ങനെ അങ്ങേക്ക് ഇന്നും നിലനിൽക്കുന്ന ഒരു നാമം നേടുകയും ചെയ്തു. ഞങ്ങളുടെ ദൈവമായ കർത്താവെ, ഞങ്ങൾ പാപം ചെയ്തു, ഞങ്ങൾ അധർമ്മം പ്രവർത്തിച്ചു, അങ്ങയുടെ കൽപ്പനകൾ ലംഘിച്ചു. അങ്ങ് ഞങ്ങളെ ജനതകളുടെ ഇടയിൽ ചിതറിച്ചു. ഞങ്ങൾ കുറച്ചു പേർ മാത്രമേ അവശേഷിച്ചിട്ടുള്ളൂ. അങ്ങയുടെ കോപം പിൻവലിക്കണമേ. കർത്താവെ, ഞങ്ങളുടെ പ്രാർത്ഥനകളും യാചനകളും ശ്രവിക്കണമേ. അങ്ങയെ പ്രതി ഞങ്ങളെ രക്ഷിക്കണമേ. പ്രവാസത്തിലേക്ക് ഞങ്ങളെ കൊണ്ടുപോയവർക്ക് ഞങ്ങളോട് പ്രീതി തോന്നാൻ ഇടയാക്കണമേ. അങ്ങനെ അവിടുന്ന് ഞങ്ങളുടെ ദൈവമായ കർത്താവാണെന്ന് ഭൂമി മുഴുവൻ അറിയട്ടെ. എന്തെന്നാൽ ഇസ്രായേലും അവൻ്റെ സന്തതികളും അവിടുത്തെ നാമത്തിലാണ് അറിയപ്പെടുന്നത്. കർത്താവെ, അങ്ങയുടെ വിശുദ്ധ വാസസ്ഥലത്തേക്ക് നിന്നും ഞങ്ങളെ കടാക്ഷിക്കുകയും ഞങ്ങളോട് കാരുണ്യം കാണിക്കുകയും ചെയ്യണമേ. കർത്താവെ, ചെവി ചായച്ച് കേൾക്കണമേ. കർത്താവെ, കണ്ണു തുറന്ന് കാണണമേ. ശരീരത്തിൽ നിന്ന് പ്രാണൻ വേർപെട്ട് മരിച്ച പാതാളത്തിൽ കിടക്കുന്നവർ കർത്താവിനെ മഹത്വപ്പെടുത്തുകയോ നീതിമാനെന്ന് പ്രഘോഷിക്കുകയോ ചെയ്യുകയില്ല. എന്നാൽ കർത്താവെ, വലിയ ദുഃഖം അനുഭവിക്കുന്നവനും ക്ഷീണിച്ചു കുനിഞ്ഞ് നടക്കുന്നവനും വിശന്നു പൊരിഞ്ഞ് കണ്ണു മയങ്ങുന്നവനും അങ്ങയെ മഹത്വപ്പെടുത്തും. അങ്ങയുടെ നീതി പ്രഘോഷിക്കും. ഞങ്ങളുടെ ദൈവമായ കർത്താവെ, ഞങ്ങൾ പിതാക്കന്മാരുടെയോ രാജാക്കന്മാരുടെയോ നീതിയാലല്ല ഞങ്ങൾ അങ്ങയുടെ കാരുണ്യം യാചിക്കുന്നത്. അങ്ങയുടെ ദാസന്മാരായ പ്രവാചകന്മാർ വഴി മുൻകൂട്ടി അറിയിച്ചതുപോലെ അവിടുന്ന് ഞങ്ങളുടെ മേൽ ഉഗ്രകോപം വർഷിച്ചിരിക്കുന്നു. അവർ പറഞ്ഞു, കർത്താവെ അരുളി ചെയ്യുന്നു, നിങ്ങൾ കഴുത്തു കുനിച്ച് ബാബിലോൺ രാജാവിനെ സേവിച്ചാൽ നിങ്ങളുടെ പിതാക്കന്മാർക്ക് ഞാൻ നൽകിയ ദേശത്ത് നിങ്ങൾ വസിക്കും. എന്നാൽ നിങ്ങൾ കർത്താവിൻ്റെ വാക്ക് ശ്രവിക്കാതെയും ബാബിലോൺ രാജാവിനെ സേവിക്കാതെയും ഇരുന്നാൽ യൂദ നഗരങ്ങളിൽ നിന്ന് ജെറുസലേമിൻ്റെ പരിസരങ്ങളിൽ നിന്നും ആഹ്ലാദത്തിൻ്റെയും ഉല്ലാസത്തിൻ്റെയും ആരവവും മണവാളൻ്റെയും മണവാട്ടിയുടെയും സ്വരം ഞങ്ങൾ ഇല്ലാതാക്കും. ആരെയും അവശേഷിപ്പിക്കാതെ ദേശം മുഴുവൻ ഞാൻ വിജനമാക്കും. ബാബിലോൺ രാജാവിനെ സേവിക്കുക എന്നത് അങ്ങയുടെ കൽപ്പന ഞങ്ങൾ അനുസരിച്ചില്ല. അതിനാൽ ഞങ്ങളുടെ പിതാക്കന്മാരുടെയും രാജാക്കന്മാരുടെയും അസ്ഥികൾ അവരുടെ ശവക്കുഴിയിൽ നിന്ന് പുറത്തെടുക്കുമെന്ന് അങ്ങയുടെ ദാസന്മാരായ പ്രവാചകന്മാർ വഴി അരുളി ചെയ്തത് അങ്ങ് നിറവേറ്റി. ഇതാ, അവ പകലിൻ്റെയും ചൂടും രാത്രിയുടെയും മഞ്ഞും ഏറ്റുകിടക്കുന്നു. അവർ ക്ഷാമവും വാളും പകർച്ചവ്യാധിയും കൊണ്ടുള്ള കഠിനയാതനകളാൽ നശിച്ചു. അങ്ങയുടെ നാമത്തിൽ അറിയപ്പെടുന്ന ആലയം ഇസ്രായേൽ ഭവനത്തിൻ്റെയും യൂദാ ഭവനത്തിൻ്റെയും ദുഷ്ടയാൽ അങ്ങ് ഇന്നത്തെ നിലയിലാക്കി. ഞങ്ങളുടെ ദൈവമായ കർത്താവെ, എന്നിട്ടും അങ്ങ് അനന്തമായ കാരുണ്യവും ആർദ്രതയും ഞങ്ങളോട് കാണിച്ചു. എന്നാൽ ഇസ്രായേൽ ജനത്തിൻ്റെ മുൻപിൽ വെച്ച് അങ്ങയുടെ നിയമം രേഖപ്പെടുത്താൻ അങ്ങയുടെ ദാസനായ മോശയോട് കൽപ്പിച്ച ദിവസം അവൻ വഴി അങ്ങ് ഇപ്രകാരം അരുളി ചെയ്തു, നിങ്ങൾ എൻ്റെ സ്വരം ശ്രവിക്കുന്നതിൽ ഞാൻ ജനതകളുടെ ഇടയിൽ ചിതറിക്കുന്ന അസംഖ്യമായ ഈ ജനതയിൽ ഒരു ചെറിയ ഗണം മാത്രമേ അവശേഷിക്കുള്ളൂ. ദുശ്ശാട്ടുകാരായ അവർ എന്നെ അനുസരിക്കുകയില്ലെന്ന് എനിക്കറിയാം. എന്നാൽ പ്രവാസത്തിലേക്ക് അവർക്ക് മനപരിവർത്തനമുണ്ടാകും. ഞാനാണ് അവരുടെ ദൈവമായ കർത്താവെന്ന് അവർ അറിയും. അനുസരിക്കുന്ന ഹൃദയവും ശ്രവിക്കുന്ന ചെവികളും ഞാൻ അവർക്ക് നൽകും. അടിമത്തത്തിൻ്റെ നാട്ടിൽ വെച്ച് അവർ എന്നെ പുകഴ്ത്തുകയും എൻ്റെ നാമത്തെ അനുസ്മരിക്കുകയും ചെയ്യും. ദുശ്ശാട്ടത്തിൽ നിന്നും ദുഷ്പ്രവൃത്തിയിൽ നിന്നും അവർ പിന്തിരിയും. എന്തെന്നാൽ കർത്താവിൻ്റെ മുമ്പിൽ പാപം ചെയ്ത പിതാക്കന്മാരുടെ ഗതി അവർ ഓർക്കും. അവരുടെ പിതാക്കന്മാരായ അബ്രഹാത്തോടും ഇസഹാക്കിനോടും യാക്കോബിനോടും വാഗ്ദാനം ചെയ്ത ദേശത്തേക്ക് ഞാൻ അവരെ വീണ്ടും കൊണ്ടുവരും. അവരവിടെ വാഴും.
ഞാൻ അവരെ വർദ്ധിപ്പിക്കും, അവരുടെ എണ്ണം കുറയുകയില്ല. ഞാൻ അവരുടെ ദൈവവും അവർ എൻ്റെ ജനവുമായിരിക്കാൻ ഞാൻ അവരുമായി ഒരു ശാശ്വത ഉടമ്പടി ഉണ്ടാക്കും. ഞാൻ അവർക്ക് നൽകിയിരിക്കുന്ന ദേശത്ത് നിന്ന് ഇനിമേൽ അവരെ ബഹിഷ്കരിക്കുകയില്ല.